നമസ്കാരം. ശശി തരൂർ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേരുമെന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ പടരുന്നതിനിടെ വീണ്ടും ഇതാ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടി ബി.ജെ.പിയിലേക്ക് ചായുന്നു. കർണാടക ഉപമുഖ്യമന്ത്രിയും സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റുമായ ഡി.കെ. ശിവകുമാറിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇഷ ഫൗണ്ടേഷന്റെ സ്ഥാപകനും പ്രമുഖ ആത്മീയ നേതാവുമായ സദ്ഗുരു ഡി.കെ. ശിവകുമാറിനെ ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരുന്നു. ക്ഷണത്തെ തുടർന്ന് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതോടെ വൻ രാഷ്ട്രീയ കോലാഹലങ്ങളാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ നേരിടുന്നു. ശിവകുമാറിന്റെ പ്രവൃത്തി പാർട്ടിയുടെ കാതലിനെ തകർക്കുന്നുവെന്ന് പ്രസ്താവിച്ചുകൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി പി.വി. മോഹനൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. തന്റെ വിയോജിപ്പ് അദ്ദേഹം നന്നായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശിവരാത്രി ദിനത്തിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കൊപ്പം ശിവകുമാർ വേദി പങ്കിട്ടിരുന്നു. ഇഷ യോഗ സെന്ററിലെ തന്റെ അനുഭവം പിന്നീട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച് ശിവകുമാർ ക്ഷണക്കത്തിന്റെ ഒരു ചിത്രവും സദ്ഗുരുവുമായുള്ള ഒരു ചിത്രവും പിന്നീട് ഒരു നന്ദി വാക്കും പോസ്റ്റ് ചെയ്തിരുന്നു. ഒരു മതേതര പാർട്ടിയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച ഒരാൾക്ക് എങ്ങനെ നന്ദി പറയാൻ കഴിയുമെന്ന് പി.വി. മോഹനൻ ചോദിച്ചു. ഇഷ ഫൗണ്ടേഷന്റെയും ജഗ്ഗി വാസുദേവിന്റെയും പ്രത്യയശാസ്ത്രങ്ങളും ബി.ജെ.പിയുടെയും ആർ.എസ്.എസിന്റെയും പ്രത്യയശാസ്ത്രങ്ങളുമായി യോജിക്കുന്നു. ഞങ്ങൾ ആർ.എസ്.എസ് പ്രത്യയശാസ്ത്രങ്ങളെ പൂർണ്ണമായും എതിർക്കുന്നു. ആർ.എസ്.എസ് പ്രത്യയശാസ്ത്രങ്ങൾ പിന്തുടരുന്ന ആർക്കും പാർട്ടി വിടാമെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ശിവകുമാർ പാർട്ടിയുടെ തത്വങ്ങൾ നോക്കാതെ ബി.ജെ.പിയോട് ചായ്വ് കാണിക്കുന്നു. പാർട്ടി എപ്പോഴും ആർ.എസ്.എസ് പ്രത്യയശാസ്ത്രങ്ങളെ എതിർത്തിട്ടുണ്ടെന്നും പാർട്ടി പ്രവർത്തകർ ആർ.എസ്.എസ് സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുത്തപ്പോൾ അതവരെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ ഞാൻ കോൺഗ്രസ്സുകാരനാണെങ്കിലും ഹൃദയം കൊണ്ട് ഞാൻ ഒരു ഉറച്ച ഹിന്ദു വിശ്വാസിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ബി.ജെ.പിയിൽ ചേരും എന്നുള്ളതിന്റെ സൂചന നൽകുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യു.എസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.